കോമ്പോസിഷൻ ഓഫ് ഫസി റിലേഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. മാക്സിമം മിനിമം കോമ്പോസിഷനും ഉണ്ട്, അതുപോലെ തന്നെ മാക്സിമം പ്രൊഡക്റ്റ് കോമ്പോസിഷനും ഉണ്ട്. അപ്പോൾ ആദ്യം മാക്സിമം മിനിമം കോമ്പോസിഷൻ നോക്കാം. മാക്സിമം മിനിമം കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഫസി റിലേഷൻ എടുക്കുന്നത്. പി എന്ന് പറയുന്ന ഒരു ഫസി റിലേഷൻ അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എക്സ് വൈയിലാണ്. അതുപോലെ തന്നെ ക്യൂ എന്ന് പറയുന്ന ഒരു ഫസി റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വൈ സെഡിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ഫസി റിലേഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ആർ എന്ന് പറയുന്നത് എങ്ങനെ, പി ഓഫ് ക്യൂ ചെയ്യുമ്പോൾ നമുക്ക് ആർ എന്ന് പറയുന്ന വേറൊരു ഫസി റിലേഷൻ കിട്ടും. അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുക എക്സ് സെഡിലാണ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുക. അതായത് നമുക്ക് ആറ് കാണണമെങ്കിൽ പി ഓഫ് ക്യൂ കാണണം. പി ഓഫ് ക്യൂ കാണണമെങ്കിൽ എങ്ങനെ കാണാം, മാക്സിമം ഓഫ് മിനിമം ഓഫ് പി ഓഫ് എക്സ് വൈ ക്യൂ വൈ സെഡ്. അപ്പോൾ ഇതിൻ്റെ മിനിമം കാണാം, എന്നിട്ട് അതിൻ്റെ മാക്സിമം കണ്ടാലാണ് നമുക്ക് ആറ് കിട്ടുക. ഇതൊരു എക്സാമ്പിൾ വെച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസാണ് പി ഓഫ് ക്യൂ. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോപ്പർട്ടീസ് പി ഓഫ് ക്യൂ നോട്ട് ഈക്വൽ ടു ക്യൂ ഓഫ് പി ആയിരിക്കും. അതുപോലെ തന്നെ പി ഓഫ് ക്യൂ ഇൻവേഴ്സ് ഈക്വൽ ടു ക്യൂ ഇൻവേഴ്സ് ഓഫ് പി ഇൻവേഴ്സ്. അതുതന്നെ പി ഓഫ് ക്യൂ ഓഫ് ആർ ഇസ് ഈക്വൽ ടു പി ഓഫ് ക്യൂ ഓഫ് ആർ. നമുക്ക് മനസ്സിലാക്കി എന്താണ്, ഇത് കമ്മ്യൂട്ടേറ്റീവ് അല്ല, ഒരു മാക്സിമം മിനിമം കോമ്പോസിഷൻ. അതല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോമ്പോസിഷൻ. മാക്സിമം മിനിമം കോമ്പോസിഷൻ്റെ വേറൊരു പേരാണ് സ്റ്റാൻഡേർഡ് കോമ്പോസിഷൻ. അത് എന്തല്ല, ഒരു കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഫസ്റ്റ് പ്രോപ്പർട്ടി അതാണ്, കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഇതിൻ്റെ മെട്രിക്സ് നൊട്ടേഷനാണ് ആർ ഐ ജെ ഇസ് ഈക്വൽ ടു പി ഐ കെ ഓഫ് ക്യൂ കെ ജെ. അപ്പോൾ നമുക്ക് ആർ ഐ ജെ കിട്ടും. ആർ ഐ ജെ എക്സാമ്പിൾ നോക്കാം. എന്താണ് വേർ ആർ ഐ ജെ എന്താണ്, മാക്സിമം മിനിമം ഓഫ് പി ഐ കെ ക്യൂ കെ ജെ. ക്യൂ ആണ് ക്യൂ കെ ജെ. എക്സാമ്പിൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്, ആർ എന്ന് പറയുന്ന ഒരു ഫസി റിലേഷൻ എടുക്കുന്നത്, ഒരു മെട്രിക്സ്. അത് നമ്മൾ x1 x2 x3 y1 y2 അങ്ങനെ ആർ എടുക്കുന്നു. അതായത് ഒരു 3/2 മെട്രിക്സ്. നമ്മൾ എസ് എന്ന് പറയുന്നത് y1 y2 z1 z2 z3. അതായത് ഇത് എക്സ് വൈയിലാണ്, ഇത് വൈ സെഡിലാണ്. ഇതൊരു 2/3 മെട്രിക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആർ ഓഫ് എസ് കാണുമ്പോൾ എന്ത് കിട്ടും, നമ്മൾ പറഞ്ഞിട്ട് എക്സ് വൈയും വൈ സെഡും തമ്മിലുള്ള ഒരു എടുത്താൽ, ഫസി റിലേഷൻ എടുത്താൽ അതിൻ്റെ ആർ ഓഫ് എസ് കാണുമ്പം എക്സ് സെഡ് കിട്ടും. അതായത് ഈ എക്സ് 3 ആണ്, ഇവിടെ സെഡ് 3 ആണ്. അപ്പോൾ ഒരു 3/3 മെട്രിക്സ് ആയിരിക്കും നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുക. ഒരു മാക്സിമം മിനിമം കോമ്പോസിഷനായിട്ട് കിട്ടുന്നത് ഒരു 3/3 മെട്രിക്സ് ആയിരിക്കും. അത് കാണണമെങ്കിൽ നമുക്ക് ആദ്യം മ്യൂ ഓഫ് ആർ ഓഫ് എസ് കാണാം. മ്യൂ എന്ന് പറഞ്ഞാൽ ഒരു മെമ്പർഷിപ്പ് ഫംഗ്ഷനാണ്. അത് കാണുന്നത് എങ്ങനെയാണെന്നാണ് കാണുന്നത്. മ്യൂ ഓഫ് ആർ ഓഫ് എസ് ഓഫ് x1 z1. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, x1 ആണ് ഈ രണ്ടെണ്ണം, 0.5 0.1. z1 ആണ് ഈ രണ്ടെണ്ണം, 0.6ഉം 0.5ഉം. അപ്പോൾ നമ്മൾ ആദ്യം x1 z1 കാണണം. x1 z1 മ്യൂ ഓഫ് ആർ ഓഫ് എസ് കാണുമ്പോൾ x1 z1 കാണണമെങ്കിൽ ആദ്യം മാക്സിമം ഓഫ് മിനിമം ഓഫ് 0.5 0.6. അതായത് ഫസ്റ്റ് വാല്യൂ 0.5, x1ൻ്റെ ഫസ്റ്റ് വാല്യൂ 0.5, z1ൽ 0.6. അത് പിന്നെ അടുത്ത വാല്യൂ മിനിമം ഓഫ് 0.1 0.5, x1ൻ്റെ അടുത്ത വാല്യൂ 0.1, z1ൽ 0.5. അപ്പോൾ മിനിമം ഓഫ് 0.1 0.5. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, മാക്സിമം ഓഫ് ഇതിൻ്റെ മിനിമം 0.5 ആണ്, ഇതിൻ്റെ മിനിമം 0.1 ആണ്. അപ്പോൾ മാക്സിമം ഓഫ് 0.5 0.1 0.5 കിട്ടും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ ആർ ഓഫ് എസ് എന്ന് പറയുന്ന ഒരു 3/3 മെട്രിക്സ് ഇല്ലേ, ആ 3/3 മെട്രിക്സിലെ ഫസ്റ്റ് എലമെൻ്റ് ആയിരിക്കും 0.5 കിട്ടി. ഇനി നെക്സ്റ്റ് സെക്കൻഡ് എലമെൻറ്റ് കാണണമെങ്കിൽ x1 z2 കാണണം. x1 ഇത് തന്നെ, z2 എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വാല്യൂസ്. അപ്പം 0.5ൻ്റെയും 0.4ൻ്റെയും മിനിമം എടുക്കുന്നു. അതുപോലെ തന്നെ 0.1ൻ്റെതും 0.8ൻ്റെതും മിനിമം എടുക്കുന്നു. ആ രണ്ട് മിനിമത്തിൻ്റെ മാക്സിമം കാണുന്നു. 0.4 ഇതിൻ്റെ മിനിമം 0.4, ഇതിൻ്റെ മിനിമം 0.1, അതിൻ്റെ മാക്സിമം കാണുമ്പോൾ 0.4 കിട്ടും. അതാണ് നമ്മുടെ സെക്കൻഡ് എലമെൻറ്റ്. അതാണ് 0.4 ആണ് സെക്കൻഡ് എലമെൻറ്റ്. ഇതുപോലെ നമ്മൾ തേർഡ് എലമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മിനിമം
ഈ x1ഉം z3യും കാണുന്നു. ഇത് വെച്ചിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ഈ 3x3 മെട്രിക്സിലെ എല്ലാ എലമെൻറ്റും ഇതുപോലെ കാണും. ഇങ്ങനെ കണ്ടാൽ അത് വെച്ചിട്ട് നമ്മൾ x1 x2 x3 z1 z2 z3 എഴുതിയിട്ട് ആ വാല്യൂസ് മൊത്തം നമ്മളൊരു മെട്രിക്സ് ആക്കി എഴുതിയാൽ നമുക്ക് ആ 3x3 മെട്രിക്സ് കിട്ടും. ഇതാണ് മാക്സിമം മിനിമം കോമ്പോസിഷൻ. ഇനി മാക്സിമം പ്രൊഡക്റ്റ് കോമ്പോസിഷനാണ് അടുത്തത്. മാക്സിമം പ്രൊഡക്റ്റ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ. ഇപ്പോൾ നമ്മൾ കണ്ടത് 2 റിലേഷൻ എടുത്തിട്ട് അതിൻ്റെ മിനിമം കണ്ടിട്ട് മാക്സിമം കാണുന്നതാണ്. ഇത് 2 റിലേഷൻ്റെ പ്രൊഡക്റ്റ് കണ്ടിട്ട് മാക്സിമം കാണാനാണ്. എന്നുവെച്ചാൽ ഇതുപോലെ തന്നെ ആർ ഓഫ് എക്സ് വൈയും വൈ സെറ്റും എടുത്താൽ നമുക്ക് ആർ ഓഫ് എക്സ് സെറ്റ് കിട്ടും. അല്ല, പി ഓഫ് എക്സ് വൈ ക്യൂ ഓഫ് എക്സ് വൈ സെറ്റ് എടുക്കുമ്പോൾ നമുക്ക് ആർ ഓഫ് എക്സ് സെറ്റ് കിട്ടും. ആർ ഓഫ് എക്സ് സെറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് കാണണം? ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ നോക്കിയാൽ എക്സാമ്പിൾ ആർ എന്തെടുത്ത് x1 x2 y1 y2 എന്ന് പറയുന്ന എക്സ് വൈയിൽ ഡിഫൈൻ ചെയ്തൊരു മെട്രിക്സ് എടുത്ത് ഒരു 2x2 മെട്രിക്സ് എടുത്ത് ഇത് എസ് എന്ന് പറയുന്നത് ഒരു വൈ സെറ്റിൽ ഡിഫൈൻ ചെയ്ത ഒരു 2x3 മെട്രിക്സ് എടുത്ത് അപ്പോൾ നമുക്ക് ആർ ഓഫ് എസ് കാണുമ്പോൾ ഒരു എക്സ് സെറ്റ് എന്ന് പറയുമ്പോൾ ഇതാ ഇവിടെ 2z3 ആണ്. അപ്പോൾ ഒരു 2x3 മെട്രിക്സാണ് നമുക്ക് കിട്ടുക. ഇത് കാണണമെങ്കിൽ ആദ്യം നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നേരത്തെ 2ൻ്റെ മിനിമം എടുത്തതല്ലേ, ഇത് 2ൻ്റെ പ്രൊഡക്റ്റ് എടുക്കും. ആദ്യം x1 എടുക്കുന്നത്. x1 എന്ന് പറയുന്നത് 0.6ഉം 0.3 ആണ്. z1 എന്ന് പറയുന്നത് 1ഉം 0.8ഉം ആണ്. ആദ്യം നമ്മൾ 0.6 ഇൻറ്റു 1 ചെയ്യുമ്പോൾ 0.6 തന്നെ കിട്ടും. അടുത്ത 0.3 ഇൻറ്റു 0.8. നേരത്തെ നമ്മൾ മിനിമം എടുത്തു, അതിന് പകരം പ്രൊഡക്റ്റ് എടുക്കുന്നത്, വേറെ മാറ്റമൊന്നുമില്ല. 0.3ഉം 0.8ഉം ചെയ്യുമ്പോൾ നമുക്ക് 0.24 കിട്ടും. ഇതിൻ്റെ മാക്സിമം കാണാം. ഇതിൻ്റെ മാക്സിമം കാണുമ്പോൾ 0.6. ഇത് 2ൻ്റെ മാക്സിമം 0.6. അതുപോലെ നമ്മൾ അടുത്ത x1ഉം z2ഉം കാണുന്നു. 0.6ൻ്റെ 0.5 0.6ൻ്റെ 0.5 ചെയ്യുമ്പോൾ നമുക്ക് 0.3 കിട്ടും. 0.3 ഇൻറ്റു 0.4 ചെയ്യുമ്പോൾ നമുക്ക് 0.12 കിട്ടും. ഇതിൻ്റെ മാക്സിമം 0.3 ആണ്. അതുപോലെ നമ്മൾ എല്ലാത്തിൻ്റെ പ്രൊഡക്റ്റ് കണ്ടിട്ട് മാക്സിമം കാണാം, എല്ലാ എലിമെൻറ്റിൻ്റെ. അങ്ങനെ കണ്ടാൽ നമുക്കൊരു 2x3 മെട്രിക്സ് ആർ ഓഫ് എസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. x1 x2 z1 z2 z3 ഈ കിട്ടിയ എലമെൻറ്റ്സ് ഒക്കെ നമ്മൾ മെട്രിക്സിൽ എഴുതി കഴിഞ്ഞാൽ 2x3 മെട്രിക്സ് കിട്ടും. അതാണ് മാക്സിമം പ്രൊഡക്റ്റ് കോമ്പോസിഷൻ.